ജീവിതത്തിൽ വേദനയ്ക്ക് കാരണം കടന്നു പോകുന്ന കാര്യങ്ങൾ പിടിച്ച് വെക്കുന്നത് കൊണ്ടാണ്. ഈ ലോകത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയുന്ന കാര്യം, നമ്മൾ ജനിക്കുകയും വളരുകയും മരിക്കുകയും ചെയ്യുന്ന ഒരു ഇടമാണ് ഈ ലോകം. ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും വരികയും കുറച്ചു നേരം നിലനിൽക്കുകയും അതിനുശേഷം അത് പോവുകയുമാണ് ചെയ്യുന്നത്. അത് ഏത് സാഹചര്യങ്ങളായാലും ഏത് അവസ്ഥകൾ ആയാലും ഇത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നിനെയും പിടിച്ചു വയ്ക്കാതെ, ഒന്നിനോടും ഒട്ടലില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും, സമാധാനപ്പെടാൻ കഴിയും. സുഖമായാലും ദുഃഖമായാലും അത് വരുന്നു, കുറച്ചു നേരം നിലനിൽക്കുന്നു, അത് കടന്നു പോകുന്നു. അപ്പോൾ സുഖം വരുമ്പോൾ നമ്മളതിനെ പിടിച്ചു വയ്ക്കരുത്, ദുഃഖം വരുമ്പോൾ അതിൽ മുങ്ങരുത്. അത് വന്നു പോകുന്നവയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ലോകത്തെ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ ലോകം മനോഹരമാണോ? അവിടെ അലങ്കാരങ്ങളുണ്ട്, ഭംഗിയുണ്ട്, നിറങ്ങൾ ഉണ്ട്. ഇതെല്ലാം വരികയും കുറച്ചു നേരം നിലനിൽക്കുകയും പിന്നെ അത് പോവുകയുമാണ് ചെയ്യുന്നത്. ഇതാണ് സത്യം. പക്ഷെ യഥാർത്ഥ സത്യം എന്താണെന്ന് വെച്ചാൽ ശുദ്ധമായ ബോധമാണ് സത്യം. സന്തോഷമില്ലായ്മയുണ്ട്, സന്തോഷമുണ്ട് ജീവിതത്തിൽ. ഇത് സ്ഥായിയായിട്ട് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നില്ല, വരികയും പോവുകയുമാണ് ചെയ്യുന്നത്. ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരാൾ ഒരു സാക്ഷിയായിട്ട് ഇതിനെ കാണുകയാണ് ചെയ്യുക. ജ്ഞാനത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ കടന്നു പോകുന്നതുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ബന്ധനം ഉണ്ടാവുന്നില്ല. അവിടെ നമ്മുടെ മനസ്സ് സ്വതന്ത്രമാവും. ഒന്നിനെയും നമ്മൾ പിടിച്ചു വയ്ക്കരുത്. ശരിക്ക് അത് പിടിച്ചു വയ്ക്കുന്ന സമയത്ത് കൂടുതൽ പിരിമുറുക്കവും സംഘർഷവും നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അത് വരുന്ന ഏത് സാഹചര്യങ്ങളായാലും ശരി, അവസ്ഥകളായാലും ശരി, അത് സന്തോഷമായാലും ദുഃഖമായാലും ശരി, അത് ഒഴുകുക മാത്രമാണ് ചെയ്യുന്നത്. ആ ഒഴുകുന്നതിന് നമ്മൾ പിടിച്ചു വയ്ക്കാൻ നോക്കുന്ന സമയത്താണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. അതിനെ ഒഴുകാൻ നമ്മൾ അനുവദിക്കണം. കടന്നു പോകുന്നവയെ നമ്മൾ കാണണം, വെറുതെ നോക്കി നിൽക്കുക മാത്രം ചെയ്യുക. ആ ഒരു ചെയ്യലിലാണ് ആ ഒരു ഫ്രീഡം, സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു ശിഷ്യൻ വന്ന് ഗുരുവിന് വളരെ മനോഹരമായ ഒരു കപ്പ് നൽകി. അത് അപൂർവമായ ഒരു കപ്പായിരുന്നു. ഗുരുവിന് നൽകുമ്പോൾ ഈ ശിഷ്യൻ പറഞ്ഞു, ഈ കപ്പ് വളരെ മനോഹരമാണോ? വളരെ ശ്രദ്ധയോടെയാണ് ഞാൻ ഈ കപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഗുരു ആ കപ്പ് വാങ്ങിയിട്ട് പറഞ്ഞു, ഇത് ഇപ്പോഴേ പൊട്ടി. അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഇല്ല ഗുരു, ആ കപ്പ് പൊട്ടിയിട്ടില്ലേ? അപ്പോൾ ഗുരു പറഞ്ഞു, ഒരു ദിവസം ഈ കപ്പ് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടും, അല്ലെങ്കിൽ കാലം അതിനെ പൊട്ടിക്കും. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ കപ്പ് ഒരു സമ്മാനമായിട്ട് കാണാൻ കഴിയും. ആ കപ്പിനെ പിടിച്ചു വയ്ക്കുമ്പോഴാണ് വേദന ഉണ്ടാവുന്നത്.
ഏതൊരു വസ്തുവും തുടക്കത്തിൽ കണ്ട മനോഹരിത അവസാനം വരെ നിലനിർത്താൻ കഴിയുന്നില്ല. നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ആ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ ജീവിതകാലം മുഴുവൻ നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ല. ബാല്യമുണ്ട്, അവിടെ നമ്മൾ ധരിച്ച വേഷമുണ്ട്, കളിച്ച കളികളുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്. അത് ആ അവസ്ഥയിൽ മാത്രമാണ് അത് നമ്മളോടൊപ്പം ഉള്ളത്. ജീവിതകാലം മുഴുവൻ ആ ബാല്യമോ നമ്മൾ ധരിച്ച വസ്ത്രമോ കളിപ്പാട്ടമോ കൂടെ ഇല്ല. കൗമാരവും അതുപോലെ തന്നെ, യൗവനവും അതുപോലെ തന്നെ, വാർദ്ധക്യവും അതുപോലെ തന്നെ. ഇതെല്ലാം ഒരു ദിവസം തുടച്ച് നീക്കപ്പെടും. അതായത് ഒരു രാത്രിയിൽ ഒരു ഗ്രാമത്തെ മഴ വന്ന് പ്രളയം വന്ന് ഒഴുക്കുന്നത് പോലെ മരണം വന്ന് എല്ലാത്തിനെയും ഒഴുക്കിക്കൊണ്ടുപോകും. ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നമുക്ക് ഭാരപ്പെടാതെ ജീവിക്കാൻ സാധിക്കും. അതായത് സന്തോഷമില്ലായ്മയും സന്തോഷവും നമുക്കൊപ്പം എപ്പോഴും ചേർന്ന് നിൽക്കില്ല. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് ഇതിലൊന്നും പെടാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. ജീവിതത്തെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും, പക്ഷേ അതിനെ നമ്മൾ പിടിച്ച് വെക്കരുത്. ഈ ശരീരം ഒരു ദിവസം നശിക്കും. എല്ലാ ശരീരങ്ങളും നശിക്കും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇത് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നില്ല, അതിനെ നമ്മൾ മനനം ചെയ്യുന്നില്ല, മനസ്സിൽ ഉറപ്പിക്കുന്നില്ല. എത്രയോ കാലം നമ്മൾ ഇവിടെ ജീവിക്കുമെന്നുള്ള ആ ഒരു ഭാവത്തിലാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്കുണ്ടാകുന്ന വേദന. ശരീരം ഒരു ദിവസം ഇല്ലാതാകും. അതേപോലെ നമ്മളുണ്ടാക്കുന്ന ബന്ധങ്ങൾ, അതിന് മാറ്റമുണ്ടാകും. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതേപോലെ കുടുംബത്തെ നമുക്ക് സ്നേഹിക്കാം, പക്ഷെ ആ കുടുംബത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു പിടുത്തമുണ്ട്, വേദനയുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് സ്വതന്ത്രമാവില്ല. ഇതെല്ലാം മനസ്സ് ആണ് ഈ പ്രശ്നങ്ങളെല്ലാം സൃഷ്ടിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് മനസ്സിന് ശരിയായ രീതിയിൽ നമ്മളെ പരിശീലിപ്പിക്കണം. ആ മനസ്സിൻ്റെ ശുദ്ധിയിൽ, അതിൻ്റെ ശാന്തിയിൽ, അതിൻ്റെ ശക്തിയിൽ ഈ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രതികൂല സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും, അവസ്ഥകൾ എന്തു തന്നെയായാലും അതിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും. എങ്ങനെയാണ് കടന്നു പോകാൻ സാധിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാം താൽക്കാലികമാണോ? നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരാൾക്ക് തുടക്കത്തിൽ കണ്ട സൗന്ദര്യമോ സ്വഭാവമോ ജീവിതകാലം മുഴുവൻ ഇല്ല. അതുപോലെ നമ്മുടെ സൗന്ദര്യവും സ്വഭാവവും മാറിയിട്ടുണ്ടോ? ഇപ്പം കുറേ കഴിഞ്ഞ് അത് മനസ്സിലാക്കുന്നതിന് പകരം ജീവിതത്തിൽ എന്താണോ വരുന്നത് അതിനെ അതേപോലെ നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നിനോടും ഒരു ബന്ധം നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ ബന്ധനം ഉണ്ടാവുന്നില്ല. ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഒന്നിനോടും ഒട്ടലില്ലാതെയുള്ള ആ ഒരു സ്വാതന്ത്ര്യമാണ് ആ ഒരു നിമിഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതിനായിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം. കാരണം എല്ലാം നൈമിഷികമായി മാത്രം ഇവിടെ നിലകൊള്ളുന്നതാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ആ തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങണം. ആ ഒരു ജീവിതത്തിൽ വേദനയ്ക്ക് കടന്നു വരാൻ കഴിയില്ല. ഇനി അഥവാ വേദന നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ തന്നെ ആ വേദന കടന്നു പോകുന്നതാണെന്ന്
നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എല്ലാം താൽക്കാലികമാണെന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ആ ഒരു തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് സമാധാനമാവും, നമുക്കൊപ്പമുള്ള സർവ്വ ജീവജാലങ്ങൾക്കും സമാധാനമായിട്ട് മാറും. അങ്ങനെ മാറാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ